ബിഗ് ബോസിനകത്ത് വെച്ചും പുറത്തും എല്ലാം കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. ജാസ്മിനെ പറ്റി ഒത്തിരി വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പുറത്തുമുണ്ട് അകത്തുമുണ്ട്. അപ്പം പുറത്ത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് കല്യാണമല്ല ഉറപ്പിച്ചു വെച്ചതാണ് എന്നാണ്. പക്ഷേ ജാസ്മിൻ അത് അകത്തോട്ട് സമ്മതിക്കുന്നുമില്ല. ഗബ്രിയായിട്ടുള്ളൊരു ബന്ധം ഇങ്ങനെ കോംബോ ഇങ്ങനെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ അഫ്സൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ പേര് പറയുന്നു. അഫ്സൽ അതിനെതിരെ പ്രതികരിക്കുന്നു. അഫ്സലിൻ്റെ ഗതി കെട്ട് ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നു. ഇപ്പോൾ അവസാനം ഇതിൻ്റെ എല്ലാം തെളിവുകളുമായിട്ട് അഫ്സൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ലൈവിൽ പറഞ്ഞാണ്, നമുക്കതൊന്ന് കേൾക്കാം. മാറ്ററിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു പോകാനും അല്ലെങ്കിൽ ഇതെങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു പോയി നിന്ന ആളാണ്. പക്ഷേ വീണ്ടും എനിക്കറിയത്തില്ല, ഇത് വളരെ വളരെ മോശം രീതിയിൽ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫാമിലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് വളരെ മോശമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നലെ ഈ പ്രസ്തുത കണ്ടസ്റ്റൻ്റ് രാത്രി ജിൻഡോ എടുത്ത് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് അത് ഞാൻ കണ്ടു. അത് വളരെയധികം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഇങ്ങനെ എല്ലായിടത്തും യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പല പേജസിലിട്ട് എന്നെ അവിടെ കുറ്റം പറയുന്നുണ്ട് പലതും. അതൊക്കെ സ്വാഭാവികം. അത് ഞാൻ ഇത്രയും ദിവസം സഹിച്ചതാണ്, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് എനിക്ക് തോന്നി. കാരണം സഹിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ മേളിൽ എനിക്ക് പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം. കാരണം കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്റ്റേറ്റ്മെൻറ്റ്സ് പലതും മാറ്റിക്കൊണ്ടിരിക്കുക. എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. കാരണം ജനങ്ങൾ അറിഞ്ഞിരിക്കണം. ജനങ്ങൾ മാത്രമല്ല, ഇതിപ്പോൾ എന്തിനാണ് ഈ കള്ളങ്ങൾ വിളിച്ചു പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. മേ ബി പുറത്ത് വരുമ്പോൾ മനസ്സിലാവുമായിരിക്കും, അയ്യോ ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് മനസ്സിലാവുമായിരിക്കും. കാരണം എനിക്കറിയാൻ സത്യം എന്താണ്, ജാസ്മിൻ അറിയാൻ എന്താ സത്യമാണെന്ന്, നമ്മുടെ ഫ്രണ്ട്സിന് അറിയാൻ സത്യം എന്താണ്. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തു തരാം. ഇതിലാദ്യത്തെ എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ 1.5 വർഷമായിട്ടുള്ളൊരു ഫ്രണ്ട് എന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളത്. 1.5 വർഷം പോലും ആയിട്ടില്ല, 1 വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ആക്ച്വലി അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ്. അത് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ June 16, 2023. അന്നാണ് ആക്ച്വലി ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത്. ഇനി ഇവളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം. എന്റെ ഭയങ്കര ഫ്രണ്ടായിരുന്നു. കല്യാണം ആലോചിച്ചു എന്റെ വീട്ടിലോട്ട് ബിഗ് ബോസ് കഴിഞ്ഞ് പോകുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. റിലേഷൻ അല്ല, നമ്മള് പറയില്ലേ നോക്കാം. എനിക്കറിയില്ല, ഇപ്പൊ നിങ്ങളിതുപോലെ അതുപോലെയില്ല, നോക്കാം. എനിക്ക് മോതിര ചടങ്ങൊന്നും അറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ ആളുണ്ടല്ലോ, പുള്ളിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. കാരണം എന്റെ ഫ്രണ്ടായിരുന്നു, 1.5 വർഷത്തോളം എന്റെ ഫ്രണ്ടാണ്. പണപ്പെട്ടി വന്ന് എടുത്തോണ്ട് പോകും. ഇത് ഇവള് പറഞ്ഞതാണ്. ഇതിൽ 1% പോലും സത്യമില്ല. അതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത് ഞാൻ ആ പ്രൂഫോടെ ഞാൻ പറഞ്ഞുതരാം. ഇവള് തന്നെയാണ് വീക്ക് 1 ഇതേ സെയിം സാധനം മാറ്റി പറഞ്ഞത്. അത് ആക്ച്വലി എൻ്റെ പേര് ഈ ഷോയിൽ റിവീൽ ആവുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങളും കാണും. എന്താണ് സീരിയസ് ആയിട്ട് പറഞ്ഞോ? ചൊറി കുത്തി കിടക്കുന്നു. നമുക്കറിയാലോ എന്നെ. പറഞ്ഞ കുഴപ്പമില്ല, അസ്ലിക്ക് വിഷമൊന്നുമില്ല. എന്നെ അറിയാലോ, അത് മാത്രമാണ് എന്റെ പേര്. പുള്ളി പറയണ്ടോ?
ഉണ്ടായിരുന്നു. സീരിയസായിട്ട് പറഞ്ഞ എനിക്ക് അഫ്സലിക്കാനൊക്കെ പറയാം, പക്ഷെ ഇവിടെ എനിക്കത് പറയാൻ പറ്റില്ല. ഞാനും കൂടി ഭാവി നോക്കണ്ടേ? ഏതോ ഒരു അഫ്സലുണ്ട് ഗൈസ്. അഫ്സലേ എന്റെ അഫ്സലിക്കൊക്കെ നോക്കിക്കാണ്. ഞാൻ നോക്കിക്കാൻ ആൾക്കാരൊന്നുമില്ല. പോയില്ല, പേടിക്കണ്ട. ബുദ്ധിമുട്ട് ഞാൻ ഓസ്ട്രേലിയയിലെ പേര് പറയാതിരുന്നേ. ഇതാണ് ഇവൾ ആദ്യത്തെ വീക്ക് പറഞ്ഞതും ഇപ്പം പറയുന്നത്. പിന്നെ ഇതേപോലെ പല സമയത്തും പല സ്റ്റേറ്റ്മെൻറ്റ്സും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ഇവൾ കള്ളം പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ജിൻഡോ എടുത്ത് പറഞ്ഞ കാര്യം ഇപ്പം പുറത്തിറങ്ങിയിട്ട് ന്യായീകരിക്കാൻ പോകുന്ന ഒരു വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് എന്താ പറയാൻ പോകുന്നത്. കാരണം എനിക്ക് അറിയുന്ന വ്യക്തിയാണ്. അപ്പം എനിക്ക് നല്ല വൃത്തിക്കറിയാം എന്താ അവിടെ ഞാൻ ജിൻഡോ എടുത്ത് എന്തിനാണ് പറയേണ്ടത്, എൻ്റെ പേഴ്സണൽ കാര്യം എന്തിനാണ് ജിൻഡോ എടുത്ത് ഞാൻ പറയേണ്ടത്. ഇതേ സെയിം സാധനമാണ് അന്ന് അഭിഷേക് ജയദീപ് എന്ന് പറയുന്ന ആൾ ഇവളെടുത്ത് ചോദിക്കുമ്പോൾ നീ എന്തിനാ ശ്രീതുവിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീതുവിൻ്റെ അടുത്ത് എന്തിനാ പറയണ്ടേ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഈ പല സമയത്ത് പല സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് എന്നെ തന്നെയാണ്. കാരണം ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഒരു കോമ്പാളിയായി അല്ലെങ്കിൽ ജോക്കർ ആവുന്ന രീതിയിലാണ്. കാരണം പല സമയത്ത് കള്ളങ്ങൾ ഇങ്ങനെ വിടിച്ചങ്ങ് പറയുക. ഇപ്പോൾ 7 മാസം നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം പലവർക്കും ക്ലാരിഫിക്കേഷൻ എവിടെ, എന്താണ്, ഫോട്ടോസ് എവിടെ, അതിവിടെ എനിക്ക് കാണിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ എന്തിനാ? പക്ഷെ ഇന്ന് ഇത്രയും ഇവൾ ഈ കള്ളം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം, ഒരു നാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇങ്ങനെ കള്ളങ്ങൾ വിളിച്ച് പറയുമ്പോൾ എനിക്കും തോന്നി ഞാൻ എന്തിനാ വാട്സം ഉണ്ടായിരിക്കേണ്ട ആവശ്യം, എൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണവും തന്നെ. ഇനി കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്, വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാം. അത് ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഇതിലോട്ട് വരാം, വ്യക്തമായിട്ട് അത് പറഞ്ഞു. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുന്ന മുമ്പ് എനിക്ക് കുറച്ച് ആൾക്കാർക്ക് പറയാനുണ്ട്. ഈ ഇവളുടെ ഭയങ്കര വിവരം കൂടിയ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട്. ഈ പിന്നെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് ഈ അനാവശ്യ കഥകൾ ഇറക്കുന്ന വാറ്റ് ഒഫീഷ്യൽ, ഈ ജബ്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട്. ഞാൻ അത് കാണാറുള്ളതാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് അങ്ങോട്ട് ചോദിക്കും. നിങ്ങൾക്ക് എന്നെ അറിയാമോ പേഴ്സണലി? ജാസ്മിനെ അറിയാമോ പേഴ്സണലി? നമ്മുടെ ഫ്രണ്ട്സിനെ അറിയാമോ പേഴ്സണലി? പിന്നെ എന്തറിഞ്ഞിട്ടാണ് ഈ കഥകൾ ഉണ്ടാക്കുന്നത്? ഞാൻ ഇന്നലെ മെനിഞ്ഞാന്നും കൂടി കണ്ടതേ ഉള്ളൂ. ആസിഫ് അലിയിലെ ഉയരെയാണ്, മറ്റേതാണ് ആസിഡ് അറ്റാക്ക്, എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വല്ല അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ അറിയാൻ മേലാണ്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഒന്നുമില്ലല്ലോ. ഇതിനെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ. ഇപ്പം നിങ്ങൾ പറയും എന്തിനാണ് പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഇതൊരു ഗെയിം ഷോ അല്ലേ? ഇത് പേഴ്സണൽ കാര്യങ്ങൾ അവളായിട്ട് എടുത്തിട്ടത്, എൻ്റെ പേര് ഞാനാണോ എടുത്തിട്ട് ആ ഷോയിൽ? നല്ല വ്യക്തമായിട്ട് ഷോയിൽ പോകുന്ന മുമ്പേ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, അവളുടെ വീട്ടുകാർ പറഞ്ഞു, ഒരു കാരണവശാലും പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പേരുകൾ ഒന്നും അവിടെ പറയരുത്. വീക്ക് 1 പോയി എല്ലാം കൊണ്ട് തുളച്ചു. വേറെ ആരുമല്ല, അവൾ തന്നെയാണ്. ഇപ്പം നിങ്ങൾ പറയും പിന്നെ ഇപ്പം എന്തിനാ പേഴ്സണൽ കാര്യം പറഞ്ഞത്? ഇപ്പം എന്താ അറിയില്ലേ പുറത്ത് ഇതാവുന്ന ലൈവിൽ വരുമെന്നറിയില്ലേ, അല്ലെങ്കിൽ ഇതിൽ എപ്പിസോഡിൽ വരുമെന്നറിയില്ലേ? അപ്പോൾ പേഴ്സണൽ കാര്യം പറയുമ്പോൾ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ അഫക്റ്റ് ആവുന്നവരാണ് ഞാനാണ്. അപ്പം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരേണ്ടത് എൻ്റെ ആവശ്യമാണ്. നിങ്ങൾക്ക് ഓരോ കഥകൾ അടിച്ചിറക്കുമ്പം അവിടെ അഫക്റ്റ് ആവുന്ന എൻ്റെ ഫാമിലിയാണ്. നിൻ്റെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഇപ്പോൾ തരാം. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ജാസ്മിൻ എന്നൊരാളെ ശരിക്കും പരിചയപ്പെടുന്നത് എനിക്കറിയില്ല. അവർ യൂട്യൂബർ ആയിരുന്നു എന്ന സംഭവമൊന്നും എനിക്കറിയില്ല. ഞാൻ അസ്ലാം ആർട്ടിയുടെ കല്യാണത്തിനാണ് ആക്ച്വലി പരിചയപ്പെടുന്നത്. 16-ാം തീയതി, ജൂൺ 16-ാം തീയതി 2023. പിന്നെ 2 ദിവസം അവിടെ ഉണ്ട്. അവളുടെ റെഗുലിയനായിട്ട് മെഹന്തി ഉണ്ടായിരുന്നു അസ്ലാം ആർലിയുടെ. 18-ാം തീയതി കല്യാണം. ഇനിയിപ്പോൾ 18-ാം തീയതി കല്യാണം എന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ പറഞ്ഞ ആവശ്യമില്ല, ഫോട്ടോസ് ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. വ്ളോഗ്സിലും ജാസ്മിൻ്റെ വ്ളോഗിലായാലും ശരി, അസ്ലയുടെ വ്ളോഗിലായാലും ശരി, ഗംഗയുടെ വ്ളോഗിലായാലും ശരി, ഹെയ്ദിയുടെ വ്ളോഗിലായാലും എല്ലാത്തിലും ഞാനും ഉണ്ട്. ഇതെല്ലാവരും കണ്ട ആൾക്കാരാണ്. അഫ്സൽ എന്നൊരു വ്യക്തി അന്നേ തൊട്ട് ഇതിനകത്തുണ്ട്. പക്ഷെ അന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു. ജാസ്മിൻ മുന്നായിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയമാണ്. ഇതൊക്കെ ഓൾറെഡി എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന സാധനങ്ങളാണ്. ജൂൺ 18-നുള്ള സംഭവമാണ്. ആ സംഭവമൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന സംഭവമാണ്. പക്ഷേ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ അഫ്സൽ മുന്നേ ഇങ്ങനെ തട്ടിയെടുത്തതാണോ? അങ്ങനത്തെ കുറേ ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇപ്പോൾ തോന്നുന്നു അത് വരണം. അപ്പം ആ ഒരു സാധനം ആക്ച്വലി
നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ പരിചയം കൂടുതൽ അറിയുന്നത് അസ്ലായിരിക്കും, ഹേദിക്ക് അറിയാം. പിന്നെ ആ കല്യാണത്തിന് വന്ന ഗംഗ, ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന കുറേ പേർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ മുന്നേ പറ്റി ഞാൻ പറയാം. മുന്ന എനിക്ക് വളരെ നല്ലോണം അറിയുന്ന ഒരാളാണ്. മുന്നയുടെ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു കുറേ കാര്യങ്ങൾ, പക്ഷെ അത് മറച്ചു വെച്ചായിരുന്നു. അതും എൻ്റെ അടുത്ത് കുറേ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇപ്പം മെയിൻ സാധനം പറയാം. മുന്ന ജാസ്മിൻ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മളെല്ലാവരും കാണുമ്പോൾ, ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് വന്ന ആൾക്കാർ കാണുമ്പോൾ വളരെ ടോക്സിക്, വളരെയധികം എന്താ പറയുക, എല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ചുമ്മാ വിളിച്ച് ശല്യം ചെയ്യുന്നു, അങ്ങനത്തെ ഒരാളാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ പോർട്രേ ചെയ്ത മുന്ന എന്ന് പറയുന്നത് അങ്ങനെയാണ്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും, ഇപ്പം ഞാനായാലും അസ്ലായാലും ഗംഗയായാലും ഹെയ്ദി ആയാലും നമുക്ക് വളരെ സിമ്പതി തോന്നിയിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത്. കാരണം എന്ന് പറഞ്ഞാൽ എന്തിനിങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. പുള്ളിക്കാരൻ വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണ്, വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളിക്കാരൻ അത്രയും. ഇപ്പം പലപ്പോഴും ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണ് മുന്ന, അങ്ങനെയാണ്. പക്ഷേ നമ്മളുടെ മുമ്പിൽ കാണിച്ചൊരു മുന്ന വളരെ ഡിഫറെൻ്റാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ടോക്സിക് ആണ്, ഭയങ്കര അതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആളാണ്. അപ്പം നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെന്നെ കൊണ്ട് കുറേ സഹായിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈഫ് സ്റ്റോറി ഭയങ്കരമാണ്, അത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം മുന്നേടതും എൻ്റെതും എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിലോട്ട് മാറി എൻ്റെതിലോട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അസ്ലയുടെ കല്യാണത്തിന് 2 ദിവസം കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞിട്ട് രാത്രി എല്ലാവരും ഇരിക്കുമ്പോൾ, തമാശയ്ക്ക് എല്ലാവരും ഇരിക്കുന്നത്, ചുമ്മാ തമാശയ്ക്ക് അസ്ല എടുത്തും ഹെയ്ദിയൊക്കെ എല്ലാവരും ഇരിപ്പുണ്ട്. അവിടെ ജാസ്മിൻ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, മുന്നൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഫ്സലാക്കെ കല്യാണം കഴിച്ചത്. ഞാനും ആ സമയത്ത് ചിരിച്ച് കളഞ്ഞ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടതേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ പിറകെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ആ സമയം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കാണുന്നത്, ഇപ്പം ഞാൻ മാത്രമല്ല, ഞാൻ വെറുതെ വന്ന് പറയുന്നതല്ല, നിങ്ങൾക്ക് ആരുടെ തവണ ആ കല്യാണത്തിനുണ്ടായിരുന്ന ആ ഗ്രൂപ്പിൻ്റെ അടുത്ത് ആരുടെ തവണ ചോദിക്കാം, എന്നും ഇവർ എന്നും അടി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമില്ലാത്ത അടിയാണ്, എന്തെങ്കിലും പറഞ്ഞ അടിയാണ്, ചെറിയ കാര്യത്തിന് അടി, അങ്ങനെ കുറേ അടികളാണ്. അപ്പം നമ്മളൊക്കെ പറയേണ്ടത് എന്തുവാ ഇത്, ഇങ്ങനെയൊക്കെ ഭയങ്കര വളരെ മോശം രീതിയിൽ ഇത് കരച്ചിലും പിടിച്ചിലും അങ്ങനത്തെ കുറേ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് കൂടുതൽ ആക്ച്വലി ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ഹെയ്ദിയും അല്ലെങ്കിൽ അസ്ലായിരിക്കും. കാരണം എനിക്ക് അതിലോട്ട് പോയി പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതിന് ശേഷം കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്നൊരു സംഭവമാണ്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്ന August 15th, ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണ് ഇവർ ബ്രേക്കപ്പ് ആവുന്നത്. ആക്ച്വലി ഭയങ്കര അടിയായിട്ട് ആ സമയത്ത് അസ്ലയും ഹെയ്ദിയൊക്കെ അവിടെ ഉണ്ട്. ആ ബ്രേക്കപ്പിൻ്റെ സമയത്ത് ഭയങ്കര അടി, ജാസ്മിൻ ഭയങ്കര അടി, എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ അന്ന് ബിഹൈൻഡ് വുഡ്സിൻ്റെ ഏതൊരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഡ്രസ്സിൻ്റെ കാര്യത്തിലോ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സമയത്താണ് ഇവർ ബ്രേക്കപ്പിൻ്റെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് മുന്ന എന്നോട് പറഞ്ഞത്, അത് ഈ ഷോ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അറിയുന്നത്. കാരണം കുറേ കാര്യങ്ങൾ എനിക്കായാലും മുന്നേക്കായാലും കുറേ കാര്യങ്ങൾ ഷോക്കിംഗ് ആയിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ വളരെ വളരെ എന്താ പറയുക, ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അറിയുന്നത് ഈ ഷോ പോയി കഴിഞ്ഞിട്ടാണ്. പല സത്യങ്ങളും പുറത്ത് വരുന്നത് ആ സമയത്താണ്. അപ്പോൾ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ജാസ്മിനും മുന്നേ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയത്ത്, ഞാൻ ആ സമയത്ത് ആസ് എ ഫ്രണ്ടാണ്. അപ്പം ഓഫ് കോഴ്സ് മുന്നേ അടുത്ത് എന്നെ പറ്റി നല്ല രീതിയിൽ നല്ല പൊക്കിയൊക്കെ പറയാറുണ്ടോ, അഫ്സലൊക്കെ അങ്ങനെയായിരുന്നു, ഭയങ്കര പ്രോഗ്രസീവാണ്, അങ്ങനെ ഭയങ്കര അടിപൊളി ചിന്താഗതിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അതാണ് അങ്ങനെ കുറേ കാര്യം. അപ്പം മുന്നേക്ക് ആക്ച്വലി അത് ഓഫ് കോഴ്സ് ഒരു റിലേഷൻ ഇതായിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ മുന്നേ പറയാറ്. അപ്പം മുന്നേക്ക് ചെറിയ എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയം. അപ്പം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായപ്പം എനിക്ക് അതൊന്നുമില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞപ്പം മുന്നേ ആക്ച്വലി അപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് ആക്ച്വലി എല്ലാം ക്ലിയർ ആവുന്നത്. ഇപ്പം എനിക്കായാലും പോലും അങ്ങനത്തെ കാര്യങ്ങളാണ്. കാരണം എനിക്കറിയുന്ന മുന്നേ ഭയങ്കര, കാരണം എനിക്കല്ല, പൊതുവെ ആ ഫ്രണ്ട് സർക്കിളിലുണ്ടായിരുന്ന ആൾക്കാർക്ക് മുന്ന എന്നൊരു വ്യക്തി അറിയുന്നത് വേറെ രീതിയിലായിരുന്നു. ആർക്കും മുന്ന എന്നൊരു വ്യക്തി ശരിക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ജാസ്മിൻ്റെ വായിന്ന് കേൾക്കുന്നത് നമുക്ക് അറിയാവുള്ളൂ. നമ്മൾ മുന്നായിട്ട് കോണ്ടാക്റ്റ് ഇല്ല അവിടെ. കാരണം മുന്ന അങ്ങനത്തെ ഒരാളായതുകൊണ്ട് നമ്മൾ കോണ്ടാക്ട് വെച്ചിട്ടില്ല. ഇപ്പം ഞാനും മുന്ന
ഞാനും ജാസ്മിനും റിലേഷനിലുള്ള സമയത്ത് മുന്നേ എന്നൊരു വ്യക്തിയുടെ അടുത്ത് അവിടെ കോൺവെർസേഷൻ എനിക്ക് വരുന്നില്ല. അപ്പോൾ എപ്പോഴും ആ ഒരു ബാരിയർ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരാളാണ്, വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് എന്നുള്ള രീതിയിൽ ആ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഷോ മേ ബി ആ ഒരു ഷോ കാരണമായിരിക്കും പല കാര്യങ്ങളും ഞാനും മുന്നേയും പലതും അറിയുന്നത് പുറത്ത്. ഇനി എന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, ഈ സംഭവമൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റിലാവുന്നു. ജാസ്മിൻ ബ്രേക്കപ്പ് വീഡിയോ ഇടുന്നുണ്ട്. ആ ബ്രേക്കപ്പ് വീഡിയോ ആക്ച്വലി വളരെ ലേറ്റ് ആയിട്ടാണ് ഇടുന്നത്. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് കുറേ ഇത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ബ്രേക്കപ്പ് വീഡിയോ പുറത്ത് വരുന്നത്. അത് ആ സമയത്ത് അസ്ല വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ, അവളുടെ വളരെ ക്ലോസ് സുലു, ഞാൻ വളരെ ആ ഒരു സർക്കിളിനകത്ത് ഇവള് കരച്ചിലും ഇതൊക്കെ ഉണ്ട്. പക്ഷെ മാക്സിമം ഒരാഴ്ച എന്തോ കരഞ്ഞു, പിന്നെ അവൾ ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവള് കൂടുതലും സംസാരിക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നോടായിരുന്നു. പിന്നെ അസ്ലെടുത്ത് കമ്മ്യൂണിക്കേറ്റ്, കാരണം എത്രയും ക്ലോസ് ആയിട്ടുള്ള ഇവളായതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറയാനുണ്ട്, അഫ്സലാക്ക നിങ്ങളുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ എനിക്ക് കംഫർട്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ ഇപ്പം എന്നുള്ള കാര്യം. ഞാനും ആസ് എ ഫ്രണ്ട് എന്നെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ആസ് എ ഫ്രണ്ട്. അവിടെ ഈ നിങ്ങൾ ബിഗ് ബോസിൽ കാണുന്ന പോലെ ബൗണ്ടറി അങ്ങനത്തെ ഇതോ ലിമിറ്റോ അങ്ങനത്തെ ഒന്നുമില്ല. ആ പെൺകുട്ടി അവളുടെ വീട്ടിലാണ്, എന്നെ കൊണ്ട് ഫോണിൽ സംസാരിച്ച് ഇങ്ങനെ എന്നെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്തു. ഞാൻ മാക്സിമം അവളെ സമാധാനിപ്പിച്ച് ഇങ്ങനെയല്ല, ലൈഫ് ഇനിയുണ്ട് മുന്നോട്ട്, നിനക്ക് ഇനിയുണ്ട്, നിൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, സോഷ്യൽ മീഡിയ ആ സംഭവമൊക്കെ എത്ര മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം, ആ സർക്കിളിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എത്രത്തോളം നിന്നിട്ടുണ്ടാകും. പിന്നെ ഈ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് ഓഗസ്റ്റാണ് ഇവരുടെ ബ്രേക്കപ്പ് ആവുന്നതും. ഇതൊക്കെ ഓഗസ്റ്റ് 15-ാം തീയതി. സെപ്റ്റംബർ അസ്ല മിഡാണെന്ന് തോന്നുന്നു, അസ്ല UK പോകുന്ന സംഭവമാണ്. ആ ഒരു സമയത്താണ് ഞാനും ജാസ്മിനും വീണ്ടും പിന്നെയും കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാനും ജാസ്മിനും അസ്ലയുടെ വീട്ടിൽ പോകുന്നു, അവളുടെ പാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. മീൻസ് സി ഓഫ് ചെയ്യാൻ ആക്ച്വലി പോകുന്നതാണ്. അപ്പം ഈ വ്ളോഗൊക്കെ ഓൾറെഡി യൂട്യൂബിലും ഒക്കെ ഉള്ളതാണ്. ആ സമയത്ത് ഞാൻ ആ വീഡിയോയിലൊന്നും വരാത്തതെന്ന് പറഞ്ഞാൽ വെറുതെ എന്തിനാ എന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ വന്നു കഴിഞ്ഞാൽ വേറെ രീതിയിലോട്ട് പോകും. അങ്ങനെ ഇത് ഓഫ്കോഴ്സ് ഇത് അസ്ലയുടെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. ഞാൻ പാക്ക് ചെയ്യുന്നു, അവളെ കൊണ്ട് എയർപോർട്ടിൽ സി ഓഫ് ചെയ്യുന്നു. അത് ആസ് എ ഫ്രണ്ട് നമ്മൾ രണ്ടുപേരും പോയി സി ഓഫ് ചെയ്തു, തിരിച്ചു വന്നു. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആക്ച്വലി റിലേഷൻഷിപ്പ് എന്നൊരു സമയം, അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 21 സെപ്റ്റംബർ ആണ് നമ്മൾ ആക്ച്വലി ഔട്ടിങ് പോകുന്ന ഒരുമിച്ച്, ഞാനും ജാസ്മിനും. പിന്നെ അങ്ങോട്ട് ആ റിലേഷൻഷിപ്പ് ബിൽഡാവുന്നു, പോകുന്നു. അങ്ങനെ കുറേ എന്താ പറയുക, ഈ 7 മാസം റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം വെറുതെ ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നുമല്ല, വളരെ ക്ലോസ് ആയിട്ടുള്ള, വളരെ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മൾ രണ്ടുപേരുടെയും. ഇതിന് സാക്ഷികൾ കുറേ പേരുണ്ട്. അതിൻ്റെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, അമൽ, ഇവരെല്ലാം കണ്ടിട്ടുള്ളതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. A to Z അടുത്തറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. സുലുവിനെ അറിയാം, ജാസ്മിൻ്റെ ഫ്രണ്ട്സ് തന്നെ, സുലു, അർജുൻ, ഇവർക്കൊക്കെ അറിയുന്നൊരു സംഭവം. ഇവിടെ വന്ന് എനിക്ക് വെറുതെ വന്നിട്ട് റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയണ്ട. ഇവൾ എന്തിനായി കള്ളം പറയുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. എന്തിനാണ് കള്ളം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു സാധനം അതാണ്. നമ്മുടെ ഫ്രണ്ട്സുകളിൽ തന്നെയാണ് നമ്മുടെ സാക്ഷി. ഇവൾ ഈ കാണിച്ച് കൂട്ടിയത് ആ ഷോയിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെയാണ്. എന്നെക്കാട്ടിയും അതേപോലെ അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കും സെയിം ചോദ്യമാണ്, ഇവൾ എന്തിനാ ഇത് കാണിച്ചേ. കാരണം തിരിച്ച് പുറത്ത് വരുമ്പം അവളുടെ അടുത്ത് ചോദിക്കാൻ അവരുണ്ട്. ഞാൻ ചോദിക്കില്ലായിരിക്കും, പക്ഷേ അവളുടെ ഫ്രണ്ട്സ് തന്നെ അവളുടെ അടുത്ത് ചോദിക്കും, എന്തിനാണ് കാണിച്ചത്, ഇങ്ങനത്തെ പരിപാടി എന്തിനാണ് കാണിച്ചതെന്ന് ചോദിക്കാൻ അവരുണ്ട്. കാരണം അവർ കണ്ടിട്ടുണ്ട്. ഇതിന് അതാ പറഞ്ഞത്, കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരു മനുഷ്യൻ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഇവളുടെ വീട്ടുകാർക്ക് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സാധനം കണ്ടവർ, ഇതിന് പ്രോപ്പറായിട്ട് സാക്ഷികളുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഇതിൻ്റെ സംഭവം, ഇപ്പം കല്യാണം എന്ന് പറഞ്ഞ സംഭവം എത്തിയല്ലോ, ഇത് ഇവൾ ഒരു നില നിന്നെൻ്റെ അടുത്ത് ബിഗ് ബോസിൽ പോകുന്ന മുമ്പേ കല്യാണം വേണം, കല്യാണത്തിൻ്റെ ഉറപ്പിക്കൽ, എന്തെങ്കിലും ചെയ്യണം. ഇത് വിളിച്ച് വീഡിയോ കോളിൽ അഷികയും അമലിനെയും വിളിച്ചിരുത്തി, അഫ്സലാക്ക ഇതെടുക്കുന്നില്ല, അഫ്സലാക്ക എടുത്ത് പറയുക, അഫ്സലാക്ക എടുത്ത് എൻ്റെ കയ്യിൽ ചാറ്റ് കിടപ്പുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, ആവശ്യമുള്ള ചാറ്റ് ഞാൻ ഈ പോസ്റ്റിൻ്റെ കൂടെ സൈഡിൽ വെച്ചേക്കാം. ഇവള് പറയുന്ന സാധനങ്ങളാണ്, എനിക്ക് വന്ന് പറയേണ്ട ആവശ്യമില്ല.
അവരെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞിട്ട് അഫ്സലാക്കി എടുത്ത് പറയും, അഫ്സലെടുത്ത് പറയും. ഒരു നിലനിർത്തിയാണ് ഞാൻ ഓക്കെ. എൻ്റെ വീട്ടുകാർക്ക് ഇത് ഒട്ടും താല്പര്യമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഭവമായിരുന്നു. എൻ്റെ വീട്ടുകാരുടെ എഗെയിൻസ്റ്റ് പോയി ഞാൻ. ഇപ്പോഴും എൻ്റെ ഫാദർ അത്രയും വളരെ എന്താ പറയുക, ഇതിൻ്റെ എഗെയിൻസ്റ്റ് തന്നെ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഇവക്ക് ഞാൻ എൻ്റെ വീട്ടുകാരെക്കാട്ടി ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ഇത്രയും എൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് നിൽക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം ഫാദറിൻ്റെ എഗെയിൻസ്റ്റ് പോയി ഈ ഒരു കാര്യത്തിന്. എൻ്റെ വളരെയധികം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടുകാരെ ഇവക്ക് വേണ്ടി. കാരണം ഇവൾ അങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെ പ്രഷറൈസ് ചെയ്യുന്നു, എല്ലായിടത്തും പ്രഷറൈസ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്തിനാണ് ഇത്രത്തോളം അഫക്റ്റ് ആവുന്നത്? കാരണം എൻ്റെ ഫാമിലിയുടെ എഗെയിൻസ്റ്റ് ഞാൻ പോയി. എൻ്റെ ഫാമിലിയുടെ എഗെയിൻസ്റ്റ് പോയാണ് ഞാൻ ഈ സാധനം ചെയ്തത്. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തെറ്റെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലിയുടെ എഗെയിൻസ്റ്റ് ഞാൻ പോയി നിന്നു. ഇവളെ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിച്ചു. ഇവൾ ഈ ഷോയിൽ പോയി ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എനിക്കറിയില്ല ഈ ഷോ കൊണ്ട് കാരണമായിരിക്കും എൻ്റെ അച്ഛൻ എന്നുള്ളൊരു മനുഷ്യൻ ഇത്രയും, ഞാൻ ആ മനുഷ്യൻ്റെ എഗെയിൻസ്റ്റ് പോയിട്ടും ഇപ്പം എൻ്റെ കൂടെ ഒരു പില്ലറായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അതെൻ്റെ ഫാദറായിരിക്കും. എനിക്കത് പറയുന്നതിലൊരു പ്രശ്നമില്ല. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പം എൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഫാദറും എൻ്റെ ഫാമിലി തന്നെയാണ്, വേറെ ആരുമല്ല, എൻ്റെ ഫ്രണ്ട്സും. കാരണം എൻ്റെ ഫ്രണ്ട്സ് അത്രത്തോളം ജാസ്മിൻ എന്നൊരു വ്യക്തിനെ നമ്മളെല്ലാവരെയും നമ്മുടെ റിലേഷൻഷിപ്പിന് അത്രയും ക്ലോസ് ആയിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവൾ ചെയ്ത തെറ്റിന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം, അതിപ്പം ജാസ്മിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, സുലു ആയാലും ശരി, അർജുൻ ആയാലും ശരി, എനിക്ക് വേണ്ടി നിന്നും എനിക്ക് ആ ഒരു സ്ട്രെങ്ത് എനിക്ക് മതി. വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെയും അവളുടെ റിലേഷൻഷിപ്പ് മെമ്മറീസ് ഞാൻ A to Z വീഡിയോസ്, പിക്ചേഴ്സ് ഞാൻ അവളുടെ ഉമ്മയെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ ഉമ്മയെ ഞാൻ കാണിച്ചു കൊടുത്തു. ഇതാണ് നിങ്ങളുടെ മോൾ എന്നോട് കാണിച്ചതെന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കണം അവളുടെ അടുത്ത് അവൾ ചെയ്ത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിതിൻ്റെ മേളിൽ എക്സ്പ്ലനേഷൻ തരാൻ അറിയില്ല. എന്തിനാണ് എൻ്റെ ലൈഫും കൂടി ഇതിൻ്റെ കൂടെ നശിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒട്ടും മനസ്സിലാവാത്തൊരു സംഭവം. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. പക്ഷെ ഇത് ഇത്രത്തോളം വഷളാക്കി വെച്ചുകൊണ്ടാണ് എനിക്ക് ഈ നെറികെട്ട അവസ്ഥയിൽ നിങ്ങളെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറയേണ്ട അവസ്ഥ വരുന്നത്. ഇനി കുറച്ച് നിങ്ങൾക്ക് അത്രയും വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം കൊണ്ടുവരണമല്ലോ, അത് അത്യാവശ്യമാണല്ലോ. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ റിലേഷൻഷിപ്പ് മെമ്മറീസാണ്. കുറേ വീഡിയോസ് ഉണ്ട്. ഇത് വീഡിയോസ് പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് നിങ്ങളെ കാണിച്ചു തരേണ്ട എനിക്ക് ആവശ്യമില്ല ഇവിടെ. ഇത് നിങ്ങളെ കാണിച്ചു തന്നിട്ടോ അല്ലെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എടുത്തിടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് കാണിക്കേണ്ട ആൾക്കാർ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അവളുടെ ഉമ്മ. കാരണം അവരുടെ അടുത്തും കുറേ കള്ളം പറഞ്ഞിട്ടുണ്ട്. അവളുടെ അത്തേക്ക് ഇതൊന്നും അറിയത്തില്ല. ഇതിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉമ്മയടുത്ത് പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് അറിയാത്തൊരു ജാസ്മിൻ ഉണ്ട്, ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാം കാണിച്ചു കൊടുത്തു. എനിക്കറിയില്ല അവൾ എന്തുകൊണ്ട് ഇത് ചെയ്തു അല്ലെങ്കിൽ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ അവൾ വരുമ്പോൾ ചോദിക്കണം എന്തിന് ചെയ്തു, അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ സംഭവം കാണിച്ചു കൂട്ടിയത്, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഇത്രയും അനുഭവം അല്ലെങ്കിൽ ഇത്രയും പേരെ അഫക്റ്റ് ചെയ്തിട്ട് എന്തിനീ പരിപാടി കാണിച്ചു എന്ന് എനിക്കറിയില്ല. ഇതിൽ ഞാൻ വേറെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളതും ബുക്കിങ്സും അതും ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് പിന്നെ അതൊരു പ്രശ്നമാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഈ കള്ളങ്ങൾ വിളിച്ചങ്ങ് പറയുക. അപ്പോൾ ഓഫ്കോഴ്സ് നമ്മുടെ സൈഡിൽ നിന്നും നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകിലുള്ള പ്രൂഫ് എല്ലാം എടുത്ത് വെക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ അങ്ങ് ഓരോ സമയത്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പറയുക, എനിക്കറിയത്തില്ല എന്തിനു വേണ്ടി എന്നുള്ളൊരു സംഭവം എനിക്കറിയില്ല. ഇപ്പോൾ മുന്നേ പറ്റി അത്രയും പൊക്കിപ്പോയി. ചിലപ്പോൾ ഷോവിൻ്റെ അകത്ത് 2-3 പ്രാവശ്യം ഞാൻ കണ്ടു. മുന്നേ പറ്റി 2-3 പ്രാവശ്യം പൊക്കിപ്പോയി. കാരണം മുന്നേക്ക് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ജാസ്മിന് അത് പുറത്ത് വന്നാൽ അത് പ്രശ്നമാണ് എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട്.
അത് മുന്നേ ചിലപ്പം ജാസ്മിനെ നേരിട്ടായിട്ട് സംസാരിക്കുമായിരിക്കും, എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. പക്ഷെ അത് പബ്ലിക്കായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് മുന്നേ പേഴ്സണലി ജാസ്മിനോട് സംസാരിച്ചോളും, എനിക്കറിയില്ല. അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളുണ്ട്, അത് ഒന്നും പബ്ലിക്കിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ആ കുട്ടിക്ക് ഒരു പുതിയൊരു ലൈഫുണ്ട്, ഇനിയൊരു ഫ്യൂച്ചറിലൊരു ലൈഫുണ്ട് എന്നുള്ളൊരു സാധനമാണ്. പിന്നെ ഇതൊരു ഗബ്രി ജാസ്മിൻ എന്നുള്ളൊരു സംഭവമല്ല അവിടെ. അതിൻ്റെ അതല്ലാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ബിഗ് ബോസ് കാരണം മാത്രം അല്ല ഈ ഒരു എന്താ പറയുക എൻ്റെ ഡിസിഷനോ അല്ലെങ്കിൽ ഞാനിത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള സംഭവം അതൊന്നുമല്ല. അല്ലാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ എനിക്ക് ഒട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അവള് കൈ പിടിച്ചിരിക്കുന്നു, കെട്ടിപ്പിടിച്ചിരിക്കുന്നതിനും അതൊന്നും അല്ലായിരുന്നു എനിക്ക് പ്രശ്നം. അതൊക്കെ ഓക്കെ, അതൊന്നും അല്ല. പക്ഷേ ഈ പ്രണയം പിടിച്ചു വെച്ചിരിക്കുക, കണ്ണിൽ പ്രണയം പുറത്ത്. ശരി, അവള് ഈ റിലേഷൻഷിപ്പിന് ഒരു ക്ലോഷർ തന്നിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിൽ ഒരു പ്രശ്നമില്ല. അത് ഞാനും ആയാലും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം, എനിക്കതിലൊരു പ്രശ്നമില്ല. പക്ഷെ ഒരാളെ വെച്ചിട്ട് വേറൊരാളുടെ അടുത്ത് ഫീലിങ്സ് തോന്നുക, അത് ആ സമയത്ത് അവിടെ കമ്മിറ്റ്മെൻറ്റോ റിലേഷൻഷിപ്പ് ചുമ്മാ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്ക് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്, പുറത്തുള്ള ആൾക്ക് ഞാൻ അത് കൊടുക്കുന്നുണ്ട്, 4-40 തൊട്ട് ഞാൻ ഗബ്രി അടുത്ത് റസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനം കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് വെക്കണം. അല്ല ആ സമയത്ത് വേറൊരാൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറൊരാളെ തേർഡ് പാർട്ടി കയറ്റി വിടുക, എനിക്കറിയത്തില്ല. അത് അത്രയും ചിന്താഗതിയുള്ള ആൾക്കാരൊന്നുമല്ല. എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ പറ്റുന്ന ആൾക്കാരുണ്ടാവുക, അതായിരിക്കും അവളുടെ സപ്പോർട്ടേഴ്സും അതും ഇതുമൊക്കെ. അത് ചിലപ്പോൾ ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാവരും നിൽക്കുന്നതായിരിക്കും. പക്ഷെ ഇത് ഗെയിം അല്ല. ലൈഫ് വെച്ച് ഗെയിം കളിക്കാനുള്ളതല്ല. ഇവിടെ അഫക്റ്റ് ആവുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ജാസ്മിൻ്റെ ഇമോഷൻ, ജാസ്മിൻ്റെ വീട്ടുകാരുടെ ഇമോഷൻ, ജാസ്മിൻ്റെ ഇതെന്ന് മാത്രമേ നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കും മനസ്സുണ്ട്, എനിക്ക് ഇമോഷൻസ് ഉണ്ട്, എൻ്റെയും ഫാമിലി ഉണ്ട്, എൻ്റെയും ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ എല്ലാത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ സർക്കിൾ ഉണ്ട്. അവർക്കൊക്കെ എത്ര അഫക്റ്റ് ആവുമെന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ചിന്തിക്കുന്നില്ല. അവിടെ അത്രത്തോളം ഈ ഒരു വിഷയം കാരണം അത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഗബ്രിക്ക് ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ നോക്കിയിട്ടുണ്ട് ആ മെസ്സേജ്, പക്ഷെ അവൻ റെസ്പോണ്ട് ചെയ്തില്ല. അവ ഇറങ്ങിയതിന് അടുത്ത ദിവസം തന്നെ അവൻ്റെ നമ്പർ വാങ്ങിച്ചു, ഞാൻ മെസ്സേജ് അയച്ചതാണ്. നിനക്ക് എന്താണ് റിലേഷൻഷിപ്പിന് എൻ്റെ അവളുടെ പറ്റി അറിയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിനക്കെന്ന് പറഞ്ഞു. പക്ഷെ അവൻ റെസ്പോണ്ട് ചെയ്തില്ല. ഇപ്പം അത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചതാണ്. ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചു വെച്ചാൽ, പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞു. ഇതൊന്നും ഞാൻ പുറത്ത് വന്ന് പറയണില്ല, അത് പറയേണ്ട ആവശ്യമില്ല ഇപ്പം. പക്ഷെ ഇത് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമാണ്. ജാസ്മിൻ പുറത്ത് വരുമ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും ശരി, ആരായാലും ശരി, ഇത് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പ്രൂഫ് അത്യാവശ്യത്തിനുള്ള 2-3 ചാറ്റും ആ ഒരു സാധനം മാത്രമേ വെക്കുന്നു. ഞാൻ പുറത്തുനിന്ന് വേറെ ഒന്നും ഞാൻ പുറത്ത് വിടുന്നില്ല. അത് അതിൻ്റെ ആവശ്യമില്ല.